ഹലോ ഗൈസ്, എല്ലാവർക്കും സ്റ്റോറിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊട്ടേക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കൊട്ടേക്കാടിൽ ഒരു ഡോഗ് കെന്നൽ പരിചയപ്പെടുത്താനാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. ഇവിടെ മെയിനായിട്ട് ചെയ്യുന്ന ഡോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീഗിൾ ആൻഡ് ഫ്രഞ്ച് ബുൾഡോഗാണ് ചെയ്യുന്നത്. ഈ ഫ്രഞ്ച് ബുൾഡോഗിനെ ചെയ്യുന്ന ചേട്ടൻ്റെ പേര് ബിജീഷ് എന്നാണ്. നമുക്ക് എന്തായാലും കൂടുതൽ വിശേഷങ്ങൾക്കും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ബിജീഷ് ചേട്ടനെ പരിചയപ്പെടാം. ബിജീഷ് ചേട്ടാ, എങ്ങനെയാണ് നമ്മുടെ ഡോഗിനെ വളർത്തിയുള്ള ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു കൊടുക്കും? എൻ്റെ പേര് ബിജീഷ് എന്നാണ്. ഞാൻ ഒരു പ്രവാസിയാണ്. ഒമാനിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, എന്താണ് ചേട്ടൻ്റെ ജോലി? എനിക്കവിടെ സൂപ്പർ മാർക്കറ്റാണ്. അതായത് ചേട്ടനൊരു സ്റ്റാഫായിട്ടാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ സ്വന്തമായിട്ടാണുള്ള ഒരു സ്വന്തം ബിസിനസ് ആണ് അവിടെ. സ്വന്തം ബിസിനസ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. എത്ര വർഷങ്ങളായി അവിടെ? ഇപ്പോൾ ഒരു 13 വർഷമായി നമ്മൾ അവിടെ ഒമാനിൽ വർക്ക് ചെയ്യുന്നത്. ഒമാനിൽ സലാല എന്ന് പറഞ്ഞ സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചെറുപ്പം മുതലേ ഈ പെറ്റ്സിനോട് ഭയങ്കര ഒരു ക്രൈസാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആദ്യം പഗ്ഗിനാണ് വളർത്തിയിരുന്നത്. ഓക്കെ, ഇപ്പോൾ പഗ് ക്ലൈമറ്റൊക്കെ ഇത്തിരി ഭയങ്കര അവർക്ക് ബുദ്ധിമുട്ടായ കാരണം കൊണ്ട് ചൂടൊക്കെ അവർക്ക് താങ്ങാത്തൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മളിപ്പോൾ ബീഗിളും ചെയ്തത്. ബീഗിൾ ചെയ്തിട്ട് ഇപ്പോൾ ഒരു 6 വർഷത്തോളമായി. ബീഗിൾ 6 വർഷമായി നമ്മൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. ബിസിനസ് ആയിട്ടാണോ അല്ലെങ്കിൽ ഒരു ഇതിന് വേണ്ടിയാണോ വളർത്തുന്നത്? ബിസിനസ് എന്ന് പറയുമ്പോൾ എനിക്ക് നായ്ക്കളോട് ഭയങ്കര ഒരു ഡോഗ്സിനോട് പ്രത്യേകിച്ച് നമുക്ക് ഭയങ്കര ക്രൈസാണ്. ചെറുപ്പം മുതലേ ക്രൈസ്. ഡോഗ് മാത്രമാണോ അല്ലെങ്കിൽ പെറ്റ്സിന് ഓൾറെഡി എല്ലാത്തിനും ഇഷ്ടമാണോ? നമ്മുടെ വീട്ടിൽ വേറെ ബേർഡ്സ് ഒക്കെ ഉണ്ടല്ലേ? ബേർഡ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഡോഗാണ് ഇപ്പോൾ നമ്മൾ അതിന് സൈഡിൽ കൂടെ ഒരു വരുമാനമുണ്ട്. അപ്പോൾ അത് നല്ല രീതിയിൽ ഇപ്പോൾ പോകുന്നുണ്ട്. ഇപ്പോൾ ബീഗിളാണ് ചെയ്യുന്നത്. ഇപ്പോൾ മാർക്കറ്റ് ബീഗിളാണ് ആൾക്കാർ കൂടുതൽ മേടിക്കുന്നുണ്ട്. ഇപ്പൊ ഡിമാൻഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ഐറ്റാണ് ബീഗിൾ എന്ന് പറയുന്ന ഐറ്റം. ഓക്കെ, പിന്നെ ഇപ്പൊ എങ്ങനെയാണ് നമ്മുടെ ഈ ബീഗിളിന് നമ്മളിപ്പോ എന്തൊക്കെയാണ് ഇവർ കെയർ ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതൊക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു കൊടുക്കും? ബീഗിൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കെനലിന്റെ പേര് ബീഗു പെറ്റ്സ് എന്നാണ് നമ്മൾ ഇട്ടുള്ളത്. അതായത് ചേട്ടൻ്റെ ഫേവറേറ്റ് ഡോഗ് കാരണം. അപ്പോൾ നമ്മുടെ അവിടുത്തെ മെയിൻ ഡോഗ് ഇവനാണ് ബീഗു എന്ന് പറഞ്ഞിട്ട്. ഇവന്റെ പേരാണ് ബീഗുന്ന്. ഇവന്റെ പേരിലാണ് നമ്മളിപ്പോ പേരിട്ടുള്ളത്, ബീഗു പെറ്റ്സ് എന്നുണ്ട്. അത് എന്ന് പറഞ്ഞാൽ ഇവനെ നമ്മുടെ കൂടെ കൂടിയിട്ട് ഇപ്പൊ ഒരു 4 വർഷത്തോളമായി. ഇപ്പൊ എന്റെ കൂടെ ഈ മെയിലാണ്. ഇപ്പൊ ഈ കുട്ടി ഇപ്പൊ അവന്റെ കുട്ടിയാണിത്. നമ്മുടെ വീട്ടിൽ ഇറങ്ങിയിട്ടുള്ള കുട്ടി തന്നെയാണ്. അതെ. ഇപ്പൊ ഒക്കെ ബുക്കിംഗ് ആയിട്ടുള്ള കുട്ടികളാണ് ഇതൊക്കെ. ഓക്കെ, ഇപ്പൊ ഇതെങ്ങനെയാണ് ഇവർക്കൊക്കെ എത്രയാണ്? നല്ല വിലയുള്ള ഒരു ഐറ്റം ആണോ ഈ ഒരു ബീഗൽ? ഓരോ ക്വാളിറ്റി അനുസരിച്ചാണ് ഇവരെ റേറ്റ് വരുന്നതൊക്കെ. ഓരോ ക്വാളിറ്റി അനുസരിച്ച് ഇപ്പൊ ഒരു ഫാദറിന്റെ അതേപോലത്തെ ഒരു കുട്ടിയാണ്. ഓക്കെ, ഈ ഒരു പേരന്റിന്റെ കുട്ടിയാണോ ഈ ഒരു? അതെ, ഇതിന്റെ മദറും ഇവിടെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട്. ഒക്കെ കംപ്ലീറ്റ് ക്രോസിങ് കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാണ് ചെയ്യുന്നില്ല? അതെ. നമ്മുടെ വീട്ടിൽ ഇപ്പൊ ഫീമെയിൽ മാത്രം ഒരു 18 ഫീമെയിൽ ഉണ്ട്. 18 ഫീമെയിൽസ് ഉണ്ട്. അതായത് എങ്ങനെ കൊടുത്തു. ഇപ്പൊ ഒരു 17 ഫീമെയിൽ ഉണ്ട്. 3 മെയിൽ ഉണ്ട്. 3 മെയിൽ ഉണ്ട്. ഇവരെങ്ങനെയാണ് ഇവർ ക്വാളിറ്റി ചാനലുള്ള ഹൈ ക്വാളിറ്റി ബീഗിൾസ് ആണോ ക്വാളിറ്റികളാണ്? ഇതൊക്കെ ഇമ്പോർട്ടിന്റെ കുട്ടിയാണ് വനാറുന്നത്. ഇമ്പോർട്ടിന്റെ കുട്ടിയാണ്. ഓക്കെ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് പുറത്തുനിന്നൊക്കെ ആൾക്കാർ പപ്പീസിനെ തേടി നമ്മുടെ തൃശ്ശൂർക്ക് വരാറുണ്ട്? അതായത് ചേട്ടനടുത്തേക്ക് വരാറുണ്ട്? ഇഷ്ടംപോലെ ആൾക്കാർ വരാറുണ്ട്. കൊണ്ടുപോകാറുണ്ട് പുറത്തേക്ക്. നമ്മൾ ചെന്നൈയിലേക്കൊക്കെ പോകാറുണ്ട്. ഉണ്ടല്ലോ, നമ്മൾ പുറത്തേക്ക് സെയിൽ ചെയ്യാറുണ്ട് ഇവരെ? പുറത്തേക്കൊക്കെ കൊടുത്തു വിടാറുണ്ടല്ലേ? ഓക്കെ. എന്റെ ഇവിടെ ശരിക്ക് ഞാനുണ്ടാവില്ല, ഞാൻ ഗൾഫിലാണ്. അപ്പൊ എന്റെ വൈഫും അമ്മയാണ് ഇവരൊക്കെ കൂടുതലും കെയർ ചെയ്യുന്നത്. ഫുഡും കാര്യങ്ങളും അതൊക്കെ ഫുള്ളും അവരാണ്. അപ്പൊ ഇപ്പൊ ഒരു ഡോഗിന് ഇപ്പൊ ഒരു ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ മെഡിസിൻ ഒക്കെ ചെയ്യേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ അവർ തന്നെയാണ് കൊണ്ടുപോകുക? അതെ, നമ്മളിവിടെ കൊക്കാല ഹോസ്പിറ്റൽ ഉണ്ട്, തൃശ്ശൂർ അടുത്ത് തന്നെയാണ് ഹോസ്പിറ്റൽ. അവർ ഭയങ്കര ഹെൽപ്പാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മൾ കൊണ്ടുവരുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാറ്. ഓക്കെ, പ്രസവവും കാര്യങ്ങളൊക്കെ പരമാവധി നമ്മൾ അവിടെ കൊണ്ടുപോകണമെങ്കിൽ അവർ ചെയ്തു തരും. കോംപ്ലിക്കേഷൻസ് പരമാവധി ഒഴിവാക്കി തരാറുണ്ട് അവർ. പിന്നെ ചിലപ്പോൾ നമുക്ക് സി സെക്ഷൻ ചെയ്യേണ്ടി വരും. അങ്ങനത്തെ ചിലപ്പോൾ കേസുകൾ വരാറുണ്ട്. ബീഗിളിനെ സംബന്ധിച്ച് ചില ആൾക്കാർക്ക് ഒരു ധാരണ സി സെക്ഷൻ മാത്രം ചെയ്യാൻ പാടുള്ളൂന്നുണ്ട്. പക്ഷെ അങ്ങനെയൊന്നുമില്ല, നോർമലും കിട്ടാറുണ്ട്. ഇപ്പോൾ ഈ കുട്ടിയുടെ തള്ളൊക്കെ നമുക്ക് വേണമെങ്കിൽ നോർമൽ ഡെലിവറി ചെയ്തതാണ്. 2 ഡെലിവറി കഴിഞ്ഞാണ് അതിൻ്റെ. നോർമൽ തന്നെ ആയിരുന്നത്. കുഴപ്പമില്ലാണ്ടൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ചേട്ടാ, ഇപ്പം നമ്മൾ ഇപ്പോൾ പുതിയതായിട്ടൊരു ആള് ബീഗിളിനെ മേടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ എങ്ങനെ ബീഗിൾ എന്ന ഡോഗിനെ തിരഞ്ഞെടുക്കണം? അതായത് അവരുടെ ആ ഒരു ഹൈറ്റ്, വെയിറ്റ്, ലെങ്ത് അല്ലെങ്കിൽ അവരുടെ ക്വാളിറ്റി അതെങ്ങനെ നോക്കിയെടുക്കണം? ഇതെന്ന് പറഞ്ഞാൽ ബീഗിൾ 13 ഇഞ്ച് ഹൈറ്റും വരുന്നുണ്ട്, 15 ഇഞ്ച് ഹൈറ്റും വരുന്നുണ്ട്. അതിൽ കൂടുതലും മാർക്കറ്റ് 13 ഇഞ്ചിനാണ് കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത്. അങ്ങനെ അവർക്ക് ഫ്ലാറ്റുകളിലേക്കൊക്കെ ആയിട്ട് കൊണ്ടുപോകാനായിട്ട്, ഫ്ലാറ്റുകളിലേക്കൊക്കെ കൊടുക്കാനായിട്ട് അവർ കൂടുതലും ഇതാണ് കൊണ്ടുപോകാറ്. 13 ഇഞ്ചാണ് കൊണ്ടുപോകാറ്. അപ്പോൾ പിന്നെ അതിന് എടുക്കുക എന്ന് പറയുമ്പോൾ നല്ല മാർക്കിങ് നോക്കി എടുക്കുക.
നല്ല മാർക്കിംഗ്, ഇതൊക്കെ നല്ല മാർക്കിംഗ് കുട്ടിയാണ്. അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുന്നത്? കൂടുതലും ഇവർക്ക് ക്യൂട്ട്നെസ് ഫീൽ ചെയ്യുന്ന ഇവരെ കണ്ടോ ഈ വൈറ്റ് കളർ, ഈ രണ്ട് സൈഡിലും വൈറ്റ് ആ ഒരു ഫേസിലെ വൈറ്റ് കളർ തന്നെ. പിന്നെ ഈ ഒരു ഇത് നിർബന്ധമുള്ള കാര്യമല്ല. അതെ, ഈ ഒരു മുകളിലേക്കുള്ള ഒരു വര വൈറ്റ് കളർ അതുണ്ടെങ്കിൽ നല്ല ക്യൂട്ട്നെസ് ഫീൽ ചെയ്യും ഇവർക്ക് ഈ ബ്രീഡിന്. പിന്നെ ചെവിയൊക്കെ ഇതുപോലെ നല്ല ഇതായി എടുക്കും. പിന്നെ കൈ ഇവിടെ വൈറ്റ് കളർ ആയിരിക്കും, രണ്ട് കൈക്കും അതുപോലെ കാലിനും ഇതുപോലെ ലൈൻ വരണം. കറക്റ്റ് ഇത് ഉണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ചില കുട്ടികൾക്ക് മുകളിലൊക്കെ വൈറ്റ് കളർ വരുന്നുണ്ട്. പക്ഷെ ഇതിപ്പോ ഈ ഒരു പേരന്റിനെ അപേക്ഷിച്ച് ഇവന്റെ കളർ ഒരു ഡിഫറെന്റ് കളറാണ്. പ്രസവിക്കുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഒരു ബ്ലാക്കും വൈറ്റും മാത്രം ഉണ്ടാവുള്ളൂ അവർക്ക്. പിന്നെ ഈ ടാൻ കളർ ഇപ്പൊ ഇതൊക്കെ മാറി തുടങ്ങിയത് ഒരു 38 ദിവസത്തിലുള്ള കുട്ടിയാണ്. ഇപ്പൊ 38 ദിവസമായ കുട്ടിയാണ്. ഇതിന്റെ കളറൊക്കെ ടാൻ കളർ വന്നു തുടങ്ങിയതിന് ഇതേ ലൈനിൽ കളർ വരും. അവർ ഓരോ ഘട്ടത്തിലുള്ള വളർച്ച അനുസരിച്ച് 2 മാസം പിടിക്കും. 2 മാസത്തിലാണ് കറക്റ്റ് ഇതിന്റെ കളർ വരുന്നത്. അതെ. ഓക്കെ, ഇപ്പൊ ഈ ഒരു ഇപ്പൊ ഇത് ബ്രൗൺ അതൊരു ഡാർക്ക് കളർ ആയിട്ടാണ് വരുന്നത് ആയിട്ടുള്ളൂ. ഇതിപ്പോ ഈ കളറൊക്കെ ആയി വരുന്നുള്ളൂ. ഇവിടെയൊക്കെ കളറൊക്കെ ചേഞ്ച് ആവണുള്ളൂ. ഇപ്പൊ നമുക്ക് ഏകദേശം എത്ര ദിവസം പിടിക്കും നമ്മുടെ ഒരു പേരന്റിന്റെ കളർ കോമ്പിനേഷനിലേക്ക് ഇത് വരണമെങ്കിൽ? ഒരു 2 മാസമൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ പക്ക കളറായി കിട്ടും. നല്ല കളറിൽ വരും. നമുക്ക് ഇവിടെ ഒരു നല്ല കുട്ടികളും 45 ദിവസത്തിലേക്ക് ആയിട്ട് എല്ലാവരും കൊണ്ടുപോകാറ് പതിവ്. കൂടുതൽ ആൾക്കാർ കൊണ്ടുപോകാറ്. സാധാരണ 8 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഇവരിലൊക്കെ കൊടുക്കുക. ചില പാർട്ടീസ് വന്ന് നേരത്തോടെ കൊണ്ടുപോകും. ഈ ഡോഗ്സിനൊക്കെ എങ്ങനെയാണ് സെയിൽ ചെയ്യുന്നത്? സോഷ്യൽ മീഡിയ വഴിയാണോ അല്ലെങ്കിൽ ആൾക്കാർ വഴി? നമുക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു 6 വർഷമായി ഇത് ചെയ്യുന്ന കാരണം കൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് കുട്ടികളെ കൊണ്ടുപോയുള്ള ആൾക്കാർ കൂടുതലും അവരെ വീട്ടിൽ കണ്ടത് എവിടെ നിന്നാണ് മേടിച്ചതെന്ന് ചോദിച്ചിട്ട് പബ്ലിസിറ്റി വഴിയാണ് നമുക്ക് പോകുന്നത്. നമ്പർ തന്നിട്ട് വിളിക്കുന്നൊക്കെ പറഞ്ഞിട്ടാണ് കൂടുതൽ മറ്റുള്ളവരെ അറിഞ്ഞറിഞ്ഞ് അങ്ങനെ പോയിട്ടാണ്. ചേട്ടന് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബീഗിൾ അല്ലെങ്കിൽ ഈ ഒരു ഡോഗിന്റെ ഈ ഒരു സെക്ഷനിൽ ഒരു ഐഡന്റിറ്റി ഉണ്ട്. ബീഗിൾ മാത്രം സ്പെഷ്യലൈസ് ചെയ്ത് ചെയ്യുന്നത് കൊണ്ട് അല്ലേ? തൃശ്ശൂർ ഇപ്പൊ ബീഗിൾ എന്റെ ഇപ്പൊ 20 ഡോഗ് ഉണ്ട്. ബീഗിൾ മാത്രം ഉള്ളത് 20 നമ്മുടെ കയ്യിലുണ്ട്. 20 ഉണ്ട്. അതെ. അപ്പൊ അത് കാരണം കൊണ്ട് നമുക്ക് ബീഗിളിന് സെപ്പറേറ്റ് ആൾക്കാർ വിളിക്കുന്ന ആൾക്കാർ കൂടുതലും നമ്മളെ എന്നെയാണ് കോൺടാക്ട് ചെയ്യുന്നത്. ഇവിടെ നിന്ന് കുട്ടികൾ പോകുന്നുണ്ട്. ഇപ്പൊ ഈ കുട്ടിയൊക്കെ തന്നെ വയനാട്ടിലേക്ക് ബുക്ക് ചെയ്തുള്ള കുട്ടിയാണത്. കുട്ടിയാണ് ശരിക്കും ചേട്ടൻ നമ്മൾ ഇപ്പൊ ഒരു ബീഗിളിന് എടുക്കുകയാണെങ്കിൽ, അതായത് ബീഗിൾ പല ടൈപ്പ് പലരുടെ കയ്യിലുണ്ടാവും. ഇപ്പൊ ചേട്ടന്റെ കയ്യിലുള്ള ഈ ഒരു ക്വാളിറ്റി വെച്ച് നമ്മൾ മേടിക്കണം. ഇപ്പൊ ഞാൻ മേടിക്കാനായിട്ട് ഉദ്ദേശിക്കുകയാണെങ്കിൽ ചേട്ടന് ഇതിനെനിക്ക് എത്ര രൂപ തരാൻ പറ്റും? ഇതെന്നൊക്കെ നമ്മൾ ഓരോ ക്വാളിറ്റി അനുസരിച്ച് ചേട്ടാ അതിന്റെ റേറ്റ് വരാന്ന് പറഞ്ഞാൽ റേറ്റ് വരുന്നത് നമുക്ക് ഏകദേശം പറയാൻ പറ്റില്ല. ഒരു 20 മുകളിലേക്ക് തൊട്ട് നമുക്ക് സ്റ്റാർട്ടിങ് റേറ്റ് വരും. നല്ല കുട്ടിക്കാണെങ്കിൽ അതിന് മുകളിൽ റേറ്റ് വരും. ഓക്കെ. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ പപ്പീസിനൊക്കെ എടുക്കുമ്പോൾ പരമാവധി അവരുടെ പാരന്റ്സിനെ നോക്കി എടുക്കാൻ ശ്രമിക്കുക. അതിൽ അവരെ തള്ളേനും തന്തേനും കണ്ടു കഴിഞ്ഞാൽ അറിയാം ക്വാളിറ്റി അവരുടെ എങ്ങനെയാണ് ഇവർ വലുതായി വരിക എന്നുള്ളതൊക്കെ അവരെ ക്വാളിറ്റിയിലേക്ക് കിട്ടണം. ആരെ കയ്യിൽ നിന്നാണെങ്കിലും കെനലിൽ നിന്ന് എടുക്കായിരിക്കും ഇത്രയും ബെറ്റർ. എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് പാരന്റ്സിനെ കണ്ടിട്ട് എടുക്കാൻ പറ്റും. എന്റെ കയ്യിൽ നിന്നാണെങ്കിലും വേറെ ഏത് പാർട്ടിയുടെ കയ്യിൽ നിന്നാണെങ്കിൽ പോലും നമ്മൾ പാരന്റ്സിനെ കണ്ടിട്ട് എടുക്കാൻ ശ്രമിക്കുക. പരമാവധി നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ എടുക്കാൻ നമുക്ക് പാരന്റ്സിനെ കാണാൻ പറ്റില്ല. അതാണ് അതിന്റെ മെയിൻ പ്രശ്നം വരുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ക്വാളിറ്റി മനസ്സിലാക്കാൻ പറ്റില്ല. ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ ഈ റോയൽ ക്യാൻ തീറ്റ കഴിച്ചു കഴിഞ്ഞാൽ ഡോഗ്സുകളൊക്കെ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ അത് നമുക്ക് അവരെ ഫാദർ മദറിനെയും കണ്ടാൽ മാത്രമേ നമുക്ക് അവരെ ക്വാളിറ്റീനെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അവർ കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ. ഇപ്പൊ ഈ ഒരു ബീഗിൾ എന്ന് പറഞ്ഞ ഐറ്റത്തിൽ എത്ര കളേഴ്സ് വരുന്നുണ്ട് ശരിക്കും? ഇത് 2 കളേഴ്സാണ് വരുന്നത്. ഒന്ന് ബൈ കളറും ഒന്ന് ട്രൈ കളറും. ബൈ കളർ ആൻഡ് ട്രൈ കളർ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഇത് മറ്റേ ബൈ കളർ എന്ന് പറഞ്ഞ ഒരു ലെമൺ കളറും ഒരു വൈറ്റ് കളറാണ് വരുന്നത്. അതിനത്ര മാർക്കറ്റ് ഇല്ല. ഇപ്പൊ ചാനലിൽ ഇരിക്കുന്നത് ബൈ ആണോ ട്രൈ ആണോ? ഇപ്പൊ ട്രൈ കളർ കുട്ടിയാണത്. ട്രൈ കളറാണ്. ഇതിപ്പോ കണ്ടില്ലേ വൈറ്റ് കളർ, പിന്നെ ടാൻ കളർ ആയി വരുന്നത്, പിന്നെ അത് ബ്ലാക്ക് കളർ പുറത്ത് വരുന്നത്. ഈ 3 കളറാണ് വരുന്നത്. ഈ കുട്ടികൾക്കാണ് ഇങ്ങനത്തെ കുട്ടികൾക്കാണ് കൂടുതൽ നല്ല മാർക്കറ്റ് ഉള്ളത്. എന്താണെങ്കിൽ ബൈ കളറിന് അത്ര വലിയ മാർക്കറ്റ് ഇല്ല. ഇപ്പോഴും പപ്പീസിനൊക്കെ എടുക്കുമ്പോൾ ഒരു ബൈ കളർ വീഴാത്തൊരു ലൈൻസ്. എന്റെ വീട്ടിൽ ഒരു 6 വർഷമായിട്ട് ഇന്ന് വരെ ഒരു ബൈ കളർ വീണിട്ടില്ല. നമുക്ക് എന്തായാലും അപ്പൊ ട്രൈ കളറിൽ നിന്ന് ബൈ കളർ വരാനുള്ള ചാൻസ് കൂടുതലുണ്ടല്ലേ? എന്റെ വീട്ടിൽ ഞാൻ നിർത്തിയിട്ടുള്ള മെയിൽ ഇവനൊന്നും ഇതുവരെ അങ്ങനത്തെ ഒരു കളേഴ്സ് വീണിട്ടില്ല. പിന്നെ ഇവനിപ്പോ 8 കുട്ടികൾ വരെ അവനെ വീണിട്ടുണ്ട്. ഈ മെയിലിന് 7 കുട്ടികൾ 8 കുട്ടികളൊക്കെ വെച്ച് വീഴാറുള്ള മെയിലാണത്. ഓക്കെ. അപ്പോ പിന്നെ എന്റെ വീട്ടിൽ വേറെ 2 മെയിലുണ്ട്. മൊത്തം 3 മെയിൽസ് ഉണ്ട്. ഇവിടെ തന്നെയാണ് ചെയ്യുന്നത്. പുറത്തൊന്നും ചെയ്യാറില്ല. ചേട്ടൻ നമ്മുടെ ഒരു ഡോഗ് പലരും പല തെറ്റിദ്ധാരം നമുക്ക് പറഞ്ഞതുണ്ട്. അതായത് ഒരു ഡോഗിനെ ചിലർ പറയും 1 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും അത് ഹീറ്റ് ആവാം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതല്ലാന്നും പലരും പറഞ്ഞിട്ടുണ്ട് 1 വർഷത്തിന് മുമ്പ് എപ്പോൾ വേണമെങ്കിലും ഹീറ്റ് ആവാന്നും പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏതാ സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചില ഡോഗ്സ് 8 മാസത്തിലോ 9 മാസത്തിലൊക്കെ ഹീറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. പരമാവധി അതിൽ ചെയ്യാണ്ട് നോക്കുക. അവരെ
എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ചെറിയ പ്രായമാണ്. അപ്പൊ ഒരു 15 മാസം കഴിഞ്ഞതിന് ശേഷം ബ്രീഡ് ചെയ്യാൻ ശ്രമിക്കുക പരമാവധി. മിക്സ് ചെയ്ത് കളയണം. KCA സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊന്നും കിട്ടില്ല. പിന്നെ നമ്മുടെ വീട്ടിലെ ഡോഗ്സിന് നല്ല ഹെൽത്തി ആയിരിക്കണമെങ്കിൽ നമ്മൾ ഒരു 15 മാസത്തിന് ശേഷം ബ്രീഡ് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ പറയട്ടെ, ഈ ഒരു KCA സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞില്ല, ആ ഒരു സർട്ടിഫിക്കറ്റ് എടുക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം? അത് എത്ര രൂപയാണ് അതിന് വരുന്നത്? റേറ്റ് കറക്റ്റ് ആയിട്ട് നമ്മുടെ വൈഫാണ് കാര്യങ്ങളൊക്കെ ചെയ്യാറ് ചെയ്യുന്നത്. നമ്മള് ഫാദറിന് മദറിന് ഡീറ്റെയിൽസ് കൊടുക്കണം ഒക്കെ വേണം. അപ്പൊ അതിൽ കറക്റ്റ് അതിന്റെ ഡിഗ്രി കറക്റ്റ് കാര്യങ്ങളൊക്കെ കാണിക്കും. ഇപ്പൊ ചേട്ടന് ഈ ഒരു പപ്പീനെ കൊടുക്കണേ വിത്ത് സർട്ടിഫിക്കറ്റ് ആണോ അല്ലെങ്കിൽ വിത്തൗട്ട് സർട്ടിഫിക്കറ്റ് ആണോ? ഞാൻ വിത്ത് സർട്ടിഫിക്കറ്റ് ആണ് കൂടുതൽ കൊടുക്കാറ്. സർട്ടിഫിക്കറ്റ് അടക്കാണ് കൊടുക്കുന്നത്. എല്ലാവരും സർട്ടിഫിക്കറ്റ് അടക്കം തന്നെ മേടിക്കാറുള്ളൂ. അങ്ങനെ വിത്ത് സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ട് കാര്യമുള്ളൂ. നമുക്ക് ഒരു ഡോഗിനെ മേടിക്കുമ്പോൾ സർട്ടിഫിക്കറ്റും കൂടി ഉണ്ടെങ്കിൽ നമുക്കതൊരു നാളെ വിൽക്കണം എന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ആൾക്കാർക്ക് അതിന്റെ പ്രീഡിഗ്രി മനസ്സിലാവും. മേടിക്കാൻ കൂടുതൽ ആൾക്കാരുണ്ടാവും. സർട്ടിഫിക്കറ്റ് ഉള്ള ഒരു ഡോഗ് പരമാവധി എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അത് ആരെടുക്കുകയാണെങ്കിൽ സർട്ടിഫിക്കറ്റ് എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ കറക്റ്റ് പേരൻസുകൾ ഇത്ര തലമുറകളുള്ള ഡീറ്റെയിൽസ് കംപ്ലീറ്റ് അതിലുണ്ടായിരിക്കും. കറക്റ്റാണ് അവരുടെ ബ്രീഡ് കറക്റ്റ് അറിയാൻ പറ്റും. ഓക്കെ, ഇപ്പോ നമ്മുടെ ഈ ഒരു ഡോഗിനെ ചേട്ടൻ തന്നെയാണോ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ചേട്ടന്റെ സഹായികളായിട്ട്? നമ്മുടെ ഫ്രണ്ട് ഉണ്ട്. നമ്മുടെ സഹായി മീൻ നമ്മുടെ കൂട്ടുകാരനാണ്. അപ്പൊ അവൻ എന്തെങ്കിലും അവനാണ് ജിൻസൺ, നമ്മുടെ ഫ്രണ്ടാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നല്ലൊരു സപ്പോർട്ടും കൂടി ഉണ്ടല്ലോ. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വിളിച്ചാലൊക്കെ ഡോഗിനെ വേണമെങ്കിൽ ഡോക്ടേഴ്സിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് ഞാനിവിടെ ഉണ്ടാവില്ല. അപ്പൊ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ നോക്കണമെന്ന് പറഞ്ഞാൽ പയ്യൻ പുള്ളി നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. കൊണ്ടുപോകുള്ളൂ. ഓക്കെ, പിന്നെ എന്താണ് നമ്മൾ മെയിൻ ആയിട്ട് ഇവർക്ക് നോക്കണ്ട അല്ലെങ്കിൽ ഇവർക്ക് വരാവുന്ന അസുഖങ്ങൾ? അതിനെ സംബന്ധിച്ച് അസുഖങ്ങൾ കുറവാണ്. ഞാൻ പണ്ട് പഗ്ഗിനെ ചെയ്തിട്ടുള്ളതാണ്. പഗ്ഗിനെ ചെയ്തപ്പോൾ നമുക്ക് കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ ബീഗിളിന് അങ്ങനെ അസുഖങ്ങൾ കുറവാണ്. അസുഖങ്ങൾ കുറവുള്ളൊരു ടൈപ്പാണ് ബീഗിൾ അല്ലേ? അതെ, അസുഖങ്ങൾ കുറവാണ് ഇവർക്ക് വരുന്നത്. പിന്നെ ചൂട് ക്ലൈമറ്റ് വലിയ കുഴപ്പങ്ങളില്ല ഇവർക്ക്. വലിയ സീനൊന്നും ഇല്ല ഒരു കാരണം. പിന്നെ പൊതുവെ നമുക്ക് ഡോഗിന് വരാവുന്ന അസുഖങ്ങൾ എന്താണ് മെയിൻ ആയിട്ടുള്ള? അല്ലെങ്കിൽ അവര് അസുഖത്തെ ചികിത്സിച്ചിട്ട് കാര്യമില്ല, ലാസ്റ്റ് സ്റ്റേജ് വരെ നിൽക്കുന്ന ഒരു അസുഖം. അതിപ്പോ നമ്മൾ കറക്റ്റ് ആയിട്ട് അസുഖങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ വന്നാലും കണ്ടു കഴിഞ്ഞാൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നം വരില്ല അവർക്ക്. കറക്റ്റ് ആയിട്ട് മാറ്റാൻ പറ്റും അസുഖങ്ങളൊക്കെ ഒരു ഇതെല്ലാം മാറ്റാം. അതായത് മാറ്റാൻ പറ്റാത്ത അസുഖങ്ങൾ പാർവൈസൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. കറക്റ്റ് വാക്സിനേഷൻ കാര്യങ്ങളൊക്കെ എടുക്കാൻ ശ്രമിക്കുക. കറക്റ്റ് എടുത്ത് എടുക്കണം. ചേട്ടന് ഇപ്പൊ എത്ര മാസത്തിലാണ് ഒരു വാക്സിനേഷൻ അല്ലെങ്കിൽ എത്ര മാസം കൂടുമ്പോഴാണ് ചെയ്യാറ്? ഒരു 45 ദിവസത്തിന് ശേഷം വാക്സിനേഷൻ എടുക്കണം. അപ്പോൾ എനിക്കൊക്കെ ഇപ്പോൾ ഒരു ഇതെല്ലാം ബുക്കിംഗ് ആയിട്ടാണ് കുട്ടികൾ പോകുന്നത്. പപ്പീസിനെ ചേട്ടൻ വാക്സിനേഷൻ ഒക്കെ ചെയ്ത് വേറെ മരുന്നും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണോ സെയിൽ ചെയ്യാറ്? വേറെ മരുന്നൊക്കെ നമുക്ക് ഡിവാമിംഗ് ഒക്കെ നമ്മൾ കറക്റ്റ് ചെയ്യുന്നതാണ്. പക്ഷേ പാർവൈസിന്റെ വാക്സിനേഷൻ ചിലപ്പോൾ ചില പാർട്ടീസ് നമുക്ക് ഞാൻ പറഞ്ഞില്ല എൻ്റെ കുട്ടികൾക്ക് നേരത്തെ കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ 45 ദിവസത്തിന് മുപ്പാട് കൊണ്ടുപോകണമെങ്കിൽ പാർട്ടീസ് പോയി നമ്മൾ പറയും 45 ശേഷം നിങ്ങൾ ചെയ്യാൻ പറയുകയാണെങ്കിൽ നമ്മൾ വാക്സിനേഷൻ ചെയ്ത് കൊടുക്കും. അല്ലാതെ പാർട്ടീസ് കൊണ്ടുപോയിട്ടാണ് അവർ കറക്റ്റ് ചെയ്യുക വാക്സിനേഷൻ ഒക്കെ ചെയ്യുക. നമ്മൾ ആ ഒരു എമൗണ്ടും കൂടി പറഞ്ഞിട്ടാണ് എക്സ്ട്രാ അതിന്റെ എമൗണ്ട് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യാം വാക്സിനേഷനും കൂടി. ഇപ്പൊ വല്ല ചിപ്പ് അങ്ങനെ വല്ല സംഭവങ്ങളൊക്കെ അടിച്ചിട്ടുണ്ടോ? ഒരുമിച്ച് കിട്ടുക ഒരു മൈക്രോ ചിപ്പും പിന്നെ ചിപ്പ് അടിച്ച് കൊടുക്കില്ലേ കുട്ടികൾക്ക് ഒരു 3 മാസം പിടിക്കും സർട്ടിഫിക്കറ്റ് കിട്ടാനായിട്ട്. ഈ ബീഗിൾ എന്ന് പറഞ്ഞ ഒരു ഐറ്റത്തിന് ടൈല് കെട്ടേണ്ട ആവശ്യം ഇല്ല. ബീഗിളിന് ടൈല് വേണ്ട. ടൈലിന്റെ ടോപ്പ് കണ്ട ടൈലിന്റെ വൈറ്റ് ഇവിടെ ഒരു വൈറ്റ് കളർ ഉണ്ടായിരിക്കും. പിന്നെ വാലിന് പൊങ്ങി നിൽക്കുക അങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ട് ബീഗിളിന്. പിന്നെ കൈമ കാലിന് കറക്റ്റ് ഒരു വൈറ്റ് കളർ ഉണ്ടായിരിക്കണം. ഇവരെങ്ങനെയാണ് ഭയങ്കര സൈലന്റ് ആയിട്ടുള്ള ഡോഗാണോ അല്ലെങ്കിൽ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡോഗാണോ? ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അപകടകാരെ അത്യാവശ്യം ആൾക്കാരെ കുറയ്ക്കും. പിന്നെ ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഡോഗ് നമുക്ക് ശരിക്കും പറഞ്ഞൊരു ഗേൾസിനും ബോയ്സിനൊക്കെ ശരിക്കും ക്യൂട്ടായിട്ട് കൊണ്ടു നടക്കാവുന്ന ഒരു ഡോഗ് കൂടിയാണ്. എവിടേക്കും പോകുമ്പോഴും വേണമെങ്കിൽ അത് ഹൈറ്റ് വരില്ല, 13 ഇഞ്ച് ഹൈറ്റ് വരുന്നുള്ളൂ. അപ്പൊ നമുക്ക് എവിടെ യാത്ര ചെയ്യുമ്പോൾ കൊണ്ടുപോകാം, വണ്ടിയിൽ കയറ്റിയിരുത്തിയോളൂ. നല്ല സൈലന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ബീഗിളിനെ പറ്റിയുള്ള കൂടുതൽ വിശേഷങ്ങൾ. ഇനി ഇതിൽ കൂടുതൽ ചേട്ടൻ എന്തെങ്കിലും പറയാനായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ട് ബീഗിളിനെ കുറിച്ച്? ബീഗിളിനെ കുറിച്ച് പപ്പീനെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക നിങ്ങൾ ആരായാലും. ഇപ്പൊ നല്ല മാർക്കറ്റ് കണ്ടിട്ട് ആൾക്കാർ അഡൽട്ടമയ്ക്ക് കുറെ ആൾക്കാർ ഓടി വരുന്നുണ്ട്. ഒഴിവാക്കിയിട്ട് ചെയ്യാൻ നോക്കുക. നമ്മുടെ വീട്ടിൽ തന്നെ അവരെ സംരക്ഷിച്ച് കൊണ്ടുവരായിരിക്കും. അപ്പൊ നമുക്കൊരു കോൺഫിഡൻസ് ആണ് അത്. അതെ, നല്ല കുട്ടിയെ നോക്കി എടുക്കാൻ പറ്റും. നമുക്ക് പേരൻസിനെ കണ്ടെടുക്കാൻ പറ്റും. അതാണ് ഇപ്പൊ നമ്മൾ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് ആൾക്കാർ കണ്ടമാനം ബീഗിൾ എടുക്കുന്നുണ്ട്. അപ്പോൾ പരമാവധി നല്ല കുട്ടികളെ നോക്കി ശ്രമിച്ച് പേരൻസിനെ കണ്ടിട്ട് എടുക്കാൻ ശ്രമിക്കുക. അതെ, തീർച്ചയായിട്ടും. അപ്പൊ നമ്മളിപ്പോ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇത്ര വർഷമായിട്ട് നമ്മുടെ നല്ല കളക്ഷൻസ് ആണ് നമ്മൾ വീട്ടിൽ നിർത്തിയുള്ള ഫീമെയിൽസ് ഒക്കെ 17 ഫീമെയിൽ വീട്ടിൽ നിൽക്കുന്നുണ്ട്. ഞാൻ ഇതിൽ കാണിക്കാൻ കുട്ടികളെ ഫീമെയിൽസിനൊക്കെ. പപ്പീസുകൾ നമ്മുടെ എപ്പോഴും അവൈലബിൾ ആണ്. നല്ല പപ്പീസുകൾ ഉണ്ടാവും. പപ്പീസ് അവൈലബിൾ ആണ് തോന്നല്ലേ സെയിലുള്ളത്? നമ്മുടെ പപ്പീസ് അവൈലബിൾ. അപ്പൊ നമ്മുടെ ബിജിഷാന്റെ കയ്യിൽ പപ്പീസ് ഒക്കെ സെയിലുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മുടെ ബിജിഷാനെ വിളിച്ച് കോൺടാക്ട് ചെയ്തതിന് പപ്പീസിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ബിജിഷേട്ടൻ പറയുന്നതാണ്.
ബിജിഷേട്ടന്റെ സംശയങ്ങളുണ്ടെങ്കിൽ ബീഗിളിനെ കുറിച്ച് സംശയങ്ങളുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്തോ, നമ്മളെ കൊണ്ട് അറിയാൻ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുതരാം. പറഞ്ഞു തരുന്നതാണ്. പിന്നെ നമ്മൾ പുതിയൊരു ബ്രീഡ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഫ്രഞ്ച് ബുൾഡോഗ് ഉണ്ടല്ലോ. അതിപ്പോ വൈറ്റ് കളറാണ് ഫീമെയിൽ, മെയിൽ വന്നിട്ട് ക്രീം കളർ. പപ്പീസ് ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട് മുടല്, മെയിൽ പപ്പി ഉണ്ട് ഫീമെയിൽ പപ്പി ഉണ്ട് കൊടുക്കാനുണ്ടല്ലോ കുട്ടികൾ. അപ്പൊ എന്തായാലും നമ്മുടെ ബിജിഷേട്ടന്റെ നമ്പർ ഞാൻ നമ്മുടെ വീഡിയോയിലും നമ്മുടെ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ബിജിഷേട്ടന്റെ നമ്പർ കൊടുക്കുന്നതാണ്. അപ്പൊ പുള്ളിയുടെ അടുത്ത് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വിളിച്ചു ചോദിക്കാനുള്ള അധികാരം ബിജിഷേട്ടൻ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ബിജിഷേട്ടൻ നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്താലോ, നമ്മുടെ അടുത്ത ഐറ്റം ഫ്രഞ്ച് ബുൾഡോഗിനെ നമുക്ക് പരിചയപ്പെട്ടാലോ? നമുക്ക് പരിചയപ്പെടുത്താം ഫ്രഞ്ചിനെ. അപ്പൊ ഇതാണ് നമ്മുടെ ബിജിഷേട്ടയിലുള്ള ഫ്രഞ്ച് ബുൾഡോഗ്. ബിജിഷേട്ടാ, ഈ ഫ്രഞ്ച് ബുൾഡോഗിനെ കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു കൊടുക്കും. ഫ്രഞ്ച് ബുൾഡോഗ് ഇപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് അധികം ആയിട്ടില്ല, ഒരു 2 വർഷമായിട്ടുള്ള ഫ്രഞ്ച് ബുൾഡോഗ് തുടങ്ങിയിട്ട്. ഓക്കെ. ഇതിലിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് വൈറ്റ് കളർ ഫീമെയിലും ഒരു ക്രീം കളർ മെയിലാണുള്ളത്. ഇതിനെന്ന് പറഞ്ഞാൽ സിംഗിൾ കളറിനാണ് നല്ല മാർക്കറ്റ് ഉള്ളത് വരുന്നതല്ലേ? ഇവരിൽ എത്ര ടൈപ്പ് കളേഴ്സ് വരുന്നുണ്ട്? ഡബിൾ കളർ വരാറുണ്ട്, പിന്നെ ബ്രിൻഡിൽ വരാറുണ്ട്, പിന്നെ സിംഗിൾ കളറാണ് വരുന്നത്. ഈ ബ്രിൻഡിൽ എന്ന് പറയുന്നത് മറ്റേ പാണ്ട് പോലെ ഒരു വേറെ കളറും ടാങ്ക് കളർ പോലത്തെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളറുണ്ട്. ഏറ്റവും ഡിമാൻഡ് കൂടിയ കളർ എനിക്ക് ബ്രിൻഡിലാണ് ഒരു സ്റ്റാർട്ടിങ്. ഫ്രഞ്ച് ബുൾഡോഗിന്റെ സ്റ്റാർട്ടിങ് കളർ എന്ന് പറഞ്ഞാൽ ബ്രിൻഡിലാണ്. ആ കളറിന് പോലും അധികം മാർക്കറ്റ് കുറവാണ്. കൂടുതലും ആൾക്കാർ ക്രീം കളർ അല്ലെങ്കിൽ ഫോൺ കളർ അല്ലെങ്കിൽ വൈറ്റ് കളർ സ്പെഷ്യലൈസ് ചെയ്തിട്ട് ആൾക്കാർ എടുക്കുന്നത്. അപ്പൊ ഞാനിപ്പോ കാരണം കൊണ്ട് വൈറ്റ് കളർ ഫീമെയിൽ, ക്രീം കളർ മെയിൽ, അതാണ് നമ്മൾ ചെയ്യുന്നത്. അതെ. ഇതിപ്പോ നമ്മുടെ വീട്ടിൽ ഇറങ്ങിയുള്ള ഒരു കുട്ടിയാണിത്. ഇത് മെയിൽ കുട്ടിയാണ്. 5 കുട്ടി ഉണ്ടായിരുന്നു, അതിൽ 2 കുട്ടീനെ കൊടുത്തു. ഇനിയിപ്പോ ഒരു 3 കുട്ടികളും ഇവിടെ വീട്ടിൽ അവൈലബിൾ ആണ്. ഫീമെയിൽ കുട്ടിയുണ്ട്, 2 മെയിൽ കുട്ടികളുണ്ട്. അതിപ്പോ എൻ്റെ ഉള്ളത് ഒരു ഫീമെയിൽ വൈറ്റ് കളർ കുട്ടിയാണ്, പിന്നെ ക്രീം കളർ കുട്ടികൾ 2 മെയിൽ കുട്ടികളുള്ളത്. എത്ര പപ്പീസ് ഉണ്ട് ടോട്ടൽ 5 ഉണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ ഇറങ്ങി. അതിലിപ്പോ 2 സെയിലായി പോയി. ഇതിപ്പോ ഒരു 2 മാസത്തെ കുട്ടിയാണ് ഇപ്പൊ. അതിന്റെ ചെവി പൊന്തി നിൽക്കും. അതെ. ഒരു മാസം കഴിഞ്ഞാലൊക്കെ ചെവി പൊന്തി തുടങ്ങും. ചെവിയൊക്കെ പൊന്തിയിട്ടുണ്ട്. അത് പൊന്തോട്ട് സ്റ്റഡി ആയി നിൽക്കും ചെവിയിട്ട്. അതുപോലെ ഇങ്ങനെ വരും ഇങ്ങനെ പൊന്തിയിട്ട്. ഇതിന്റെ ഫാദറാണിത്. ഇവന്റെ പേര് ചിമ്പൂന്നാണ്. നമ്മുടെ സിനിമാ നടൻ ചിമ്പുവിന്റെ പേരാണ്. ഇവന്ന് പറഞ്ഞാല് ഭയങ്കര ഷോർട്ട് ആയിട്ടുള്ള ഒരു മെയിലാണ്. ഭയങ്കര ബോക്സ് ടൈപ്പ് മെയിൽ എന്നൊക്കെ പറയും. ഭയങ്കര കോമ്പാക്ട് ആണ്. അതെ. അപ്പൊ അവന് പുറത്തുനിന്ന് ഫീമെയിൽസ് ഒക്കെ വരാറുണ്ട് മേറ്റിങ്ങിന്. അപ്പൊ മേറ്റ് ചെയ്തിട്ട് ഇത് ബുദ്ധിമുട്ടാണ് അവനെ കൊണ്ട് ചെയ്യിക്കാനായിട്ട്. ഭയങ്കര ചെറുതായ ഇവന്റെ ക്വാളിറ്റി എങ്ങനെയാണ്? നല്ല ബെസ്റ്റ് ക്വാളിറ്റി ആണ്. നല്ല പഞ്ച് പൈസ ആണ്. പിന്നെ ഭയങ്കര ഷോർട്ട് ആയിട്ടുള്ള ഇതാണ്. ഫ്രഞ്ച് ആണല്ലേ? അതെ. ഇതിനെ എവിടെന്നെങ്കിലും നമ്മൾ പുറമേ നിന്ന് കൊണ്ടുവന്ന ഡോഗാണോ? അത് അല്ലല്ല, ഞാൻ ഇതിനെ തിരുവനന്തപുരം ഭാഗത്ത് എടുത്താണ്. ഇതെന്ന് പറഞ്ഞാൽ പൊള്ളാച്ചിയിലുള്ള ഒരു രവി സാറ് ഉണ്ട്. കാരണം ആളുടെ ഒക്കെ ഒരു ലൈൻ, ആളായാലും ഒരു ആന്റി എന്ന് പറഞ്ഞൊരു മെയിലൊക്കെ ഉണ്ടായിരുന്നു. ആന്റി അതിന്റെ ഒക്കെ ഒരു ലൈൻസിൽ വരുന്നതാണിത്. അവരുടെ ഡിഗ്രി ആണത്. ഡയറക്റ്റ് കുട്ടിയല്ല, അവരുടെ ലൈൻസിലാണ് വരുന്നത്. ഇതിപ്പോ നമ്മള് എന്താ പറയാ, ഫ്രഞ്ചിനെ മിക്സായിട്ട് കൂടുതൽ വളർത്താനുള്ള ഒരു പ്ലാൻ ഉണ്ട്. നമ്മള് കളേഴ്സ് പറഞ്ഞ് ഫോൺ കളറിന് എടുക്കാനുള്ള ഒരു പരിപാടി ഉണ്ട്. ഫോൺ കളർ ഒരു ഫീമെയിലിനെ കൊണ്ടുവരാനുള്ള ഒരു പരിപാടി ഉണ്ട്. അപ്പൊ നമ്മുടെ വീട്ടിലെ കുട്ടീനെ ഇപ്പൊ നമുക്ക് വീട്ടിൽ നിർത്താൻ പറ്റില്ല, പിന്നെ ഈ മെയിലിനോട് മേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് നല്ല തപ്പിക്കൊണ്ട് നടക്കാം. ഇപ്പൊ നമ്മളിപ്പോ ഈ ഒരു സിംഗിൾ കളറിലുള്ള ഡോഗിനെ കൊണ്ട് ബ്രിൻഡിൽ കളറിന് ക്രോസ് ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡിമാൻഡ് എങ്ങനെയായിരിക്കും? അത് ചിലപ്പോൾ 2 കളറും വീഴും, ബ്രിൻഡിൽ കളറും വീഴും, ക്രീം കളറും വീഴും. സിംഗിൾ ആയിട്ട് ഇറങ്ങും. അതെ. ഇപ്പൊ ഈ മെയിലിനെ കൊണ്ട് വേറെ പുറത്ത് മേറ്റ് ചെയ്തിരുന്നു ഞങ്ങള്. അത് 2 മേറ്റിങ് പുറത്ത് വേറെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇപ്പൊ ഒരു 14 മാസം കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ മെയിലിന്. അതെ. അപ്പൊ അവനെ കൊണ്ട് വേറെ ചെയ്തിട്ടുണ്ടായിരുന്നു. 1.5 വർഷം കഴിഞ്ഞിട്ടുള്ളവനെ. അപ്പോ മൂപ്പരിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആള് നല്ല ആക്റ്റീവ് ആണല്ലേ? അതെ, ഭയങ്കര ആക്റ്റീവ്. ഇപ്പൊ ചൂട് സീസണായ കാരണം കിടപ്പാണ്, പിന്നെ ആരെയും പിടിച്ചിരുത്തുന്നല്ലേ. അതിന്റെ ഒരു കുട്ടിക്ക് കുഴപ്പമില്ല. വരുമ്പോ ആള് ഭയങ്കര സൈലന്റ് ആയിരുന്നു. അവനെ പുറത്തേക്ക് എടുത്തപ്പോഴാണ് ഇപ്പൊ ഒരു ഇത് വന്നതല്ലേ? ആൾക്ക് ചൂടൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ്. കണ്ണിന് എന്തെങ്കിലും കണ്ണിനെ ഇവന്റെ കൂടെയുള്ള ഫീമെയില് അവന്റെ കണ്ണുമൊന്ന് കോറി കൊടുത്തു. കാരണം കണ്ണും ഒരു ചെറിയ പരിക്കുണ്ട്. ഡേഞ്ചർ ആയുള്ള ഒരു പരിക്കല്ലേ? മാറി വരുന്നു. മരുന്നൊക്കെ ഒഴിച്ചു കൊടുത്ത് ക്ലിയർ ആയി വന്നോണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ ബ്രീഡിങ്ങിനെ ബാധിക്കില്ലല്ലോ? ബ്രീഡിങ്ങിനൊന്നും ബാധിക്കില്ല. അവള് കുഴപ്പമൊന്നുമില്ല. പിന്നെ കഴിഞ്ഞ ഷോയ്ക്ക് ഇറക്കിയിരുന്നു ഞങ്ങള്, തൃശ്ശൂർ ഷോയ്ക്ക്. അതെ, ബെസ്റ്റ് ഓഫ് ബ്രീഡ് അന്ന് ഷോയ്ക്ക് കിട്ടിയതാണ്. പക്ഷെ അവന്റെ കണ്ണും വന്ന പരിക്കുള്ള കാരണം CC ക്ലാസ്സിലേക്കൊന്നും കിട്ടിയില്ല. അതെ, ആ പരിക്ക് കാരണം കൊണ്ട്. അപ്പൊ ഇനിയിപ്പോ അടുത്തത് നമ്മൾ പരിക്കൊക്കെ മാറ്റിയിട്ട് നമ്മൾ പിന്നെ ഷോയ്ക്ക് ഇറക്കുന്നുണ്ട്. നല്ല കോമ്പാക്ട് മെയിലാണ്. അപ്പൊ ഇവിടെ കുറെ ഫ്രണ്ട്സായി പറയണ ഷോയ്ക്ക് ഇറക്കാനായിട്ട്. ഇപ്പൊ ഞാനിപ്പോ ഒരു ഫ്രഞ്ച് ബുൾഡോഗിനെ മേടിക്കാൻ ഉദ്ദേശിക്കണമെങ്കിൽ എങ്ങനെ നോക്കി മേടിക്കണം? ഇവന്റെ ചെവി പ്രധാന ഘടകം. ചെവി ഒരു എന്തായാലും കുറച്ച് 2 മാസമൊക്കെ ആവും കറക്റ്റ്. ചിലത് ഒരു 1.5 മാസത്തിലൊക്കെ കറക്റ്റ് പൊന്തി നിൽക്കും. അതെ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കളേഴ്സ് നോക്കി എടുക്കാൻ ശ്രമിക്കുക. പരമാവധി സിംഗിൾ കളർ നോക്കി എടുക്കാൻ നോക്കുക. അതെ. അങ്ങനെ ക്രീം കളറൊക്കെ ആണെങ്കിൽ നല്ല മാർക്കറ്റാണ്. നല്ല നമുക്ക് പപ്പീസുകൾ വീട്ടിലുണ്ടായ ഫാസ്റ്റായിട്ട് വിറ്റ് പോവും.
അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അതെ അതെ, ഫ്രഞ്ചിന് അതാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ പരമാവധി ഹൈറ്റ് കുറഞ്ഞ ടൈപ്പിൽ നോക്കി എടുക്കാൻ നോക്കുക. കോമ്പാക്ട് ആയിട്ടുള്ള എടുക്കുമ്പോൾ ആണ് നല്ല ഭംഗി ഉണ്ടായിരിക്കും കാണാനായിട്ട്. ചാനലിലുള്ള മെയിലും ഫീമെയിലും കറക്റ്റ് സെയിം ക്വാളിറ്റി ആണോ? അതെ, നമ്മുടെ കുഴപ്പമില്ലാതെ രണ്ടും നല്ല നാം പറഞ്ഞു സെലക്റ്റീവ് ആയിട്ട് എടുത്ത് നിർത്തിയിട്ടുള്ള നമ്മള്. ഞാൻ ഡോഗ്സിന് എല്ലാത്തിനും അങ്ങനെ തന്നെയാണ് സെലക്റ്റീവ് ആയിട്ട്, ബീഗിളായാലും ഫ്രഞ്ച് ആയാലും ഒക്കെ അങ്ങനെയാണ് സെലക്റ്റീവ് ആയിട്ട് നമ്മൾ നിർത്താറ്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ നിർത്തിയിട്ടുള്ളതാണ്. അതാണ് ഇത്ര കോമ്പാക്ട് ആയിട്ടുള്ള മെയിലിനെ വീട്ടിൽ നിർത്തിയിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഫ്രഞ്ചിന്റെ കൂടുതൽ ഡീറ്റെയിൽസ്. പ്രത്യേകിച്ച് ഇനി വേറെ ഡീറ്റെയിലും കാര്യങ്ങളൊന്നും ഇല്ല. ഒരു ഹൈറ്റ്, നമ്മുടെ ഹൈറ്റ് പറഞ്ഞ പോലെ ഞാൻ കോമ്പാക്ട് എടുക്കാൻ ശ്രമിക്കുക പരമാവധി. പപ്പീസ് ഇപ്പൊ അവൈലബിൾ ആണ്, ഫ്രഞ്ച് ബുൾഡോഗ് നമ്മുടെ അവൈലബിൾ ആണ്. ഇപ്പൊ വേറെ പുറത്ത് മേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്, അതിൽ പ്രസവിക്കാറായിട്ടുണ്ട് അവരിൽ. അപ്പൊ അതിൽ സ്റ്റഡ് കുട്ടി ഉണ്ടാവും, അതിലും നമ്മുടെ കുട്ടി ഇറങ്ങാറായിട്ടുണ്ട് ഈ മെയിലിന് തന്നെ. അതെ അതെ, ഇവരെ ഹൈറ്റും ലെങ്ത് ഒക്കെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ അതാണ് ചെറിയ ഇതിന് നോക്കി എടുക്കാൻ കേരളത്തിലൊക്കെ പരമാവധി ഹൈറ്റ് കൂടിയിട്ട് ഇപ്പൊ കുറെ കാണുന്നുണ്ട്. അപ്പൊ പരമാവധി കോമ്പാക്ട് ആയിട്ട് എടുക്കാൻ നമുക്ക് നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് വീടിനെ. ഇത്രയൊക്കെ തന്നെയുള്ളൂ, അത്രയൊക്കെയാണ് ഫ്രഞ്ചിൽ ശ്രദ്ധിക്കാനുള്ളത്. അപ്പൊ എന്തായാലും നമുക്കൊരു കാര്യം ചെയ്താലോ ബിജു ചേട്ടാ, നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്ന സമയമായി. അപ്പോൾ നമ്മുടെ ഫ്രഞ്ച് ബുൾഡോഗിനെ കുറിച്ചും നമ്മുടെ ബീഗലിനെ കുറിച്ചും ബിജു ചേട്ടന് അറിയാവുന്ന കാര്യങ്ങൾ, ബിജു ചേട്ടന്റെ ഈ 6 വർഷത്തെ എക്സ്പീരിയൻസിന്റെ ഇടയിൽ ബിജു ചേട്ടന് കിട്ടിയ അറിവുകളും ഇതൊക്കെ നമുക്ക് പറഞ്ഞു തന്നു. ഇതൊക്കെ തന്നെയാണ് ബിജു ചേട്ടന് കിട്ടിയുള്ള എക്സ്പീരിയൻസ്. എല്ലാവർക്കും ഉള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ബിജു ചേട്ടൻ നമുക്ക് വേണ്ടി പറഞ്ഞു തന്നു. ഇനി ഇതിനേക്കാൾ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ബിജു ചേട്ടാ? പ്രത്യേകിച്ച് മെഡിസിൻസും കാര്യങ്ങളൊക്കെ സാധാരണ എല്ലാ ഡോഗ്സിനും ചെയ്യുന്ന പോലെ തന്നെ വരയ്ക്കുള്ളതും കാര്യങ്ങളൊക്കെ എല്ലാ ഡോഗ്സിനും ചെയ്യുന്ന പോലൊക്കെ തന്നെയാണ് ഉള്ളത്. പ്രത്യേകിച്ച് വേറെ ഒന്നും എല്ലാ ഡോഗ്സിനും ചെയ്യുന്ന പോലൊക്കെ തന്നെ. അപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോ സെൻഡ് ചെയ്യാൻ ബിജു ചേട്ടാ. ഓക്കെ, എന്നാലും അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും, അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് ഷെയർ ചെയ്യാനും പരമാവധി ശ്രമിക്കുക. എന്നാൽ മാത്രമേ നമ്മുടെ ബിജു ചേട്ടൻ്റെ കയ്യിലുള്ള ഡോഗ്സിനൊക്കെ മറ്റുള്ള ആൾക്കാർക്ക് കാണാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ബിജു ചേട്ടാ നമ്മുടെ അടുത്ത് ഇത്ര നേരം സഹകരിച്ചതിനും നമ്മുടെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ ഡോഗ്സിനെ കുറിച്ച് പറഞ്ഞു തന്നതിനും വളരെയധികം നന്ദി അറിയിച്ചു കൊള്ളുന്നു. ബിജു ചേട്ടൻ ഈ ഒരു അവസരത്തിൽ എന്തെങ്കിലും പറയാനുണ്ടോ നമ്മുടെ പ്രേക്ഷകരുടെ അടുത്ത്? നമ്മുടെ പ്രേക്ഷകരോട് പറയാനാണെങ്കിൽ എല്ലാവർക്കും വളരെ താങ്ക്സ്. നമ്മളെ കുറേ പേര് നമ്മുടെ ഫ്രണ്ട്സുകൾ ഇതിൽ ഈ ഭാഗമായിട്ടും കിട്ടിയിട്ടുണ്ട് ഡോഗ് ഫീൽഡിൽ ഇറങ്ങിയിട്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരോടും താങ്ക്സ് പറയുന്നത്. പിന്നെ കുറേ നല്ല നല്ല സുഹൃത്ത് ബന്ധങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അത് തന്നെയാണ് ഇതിൻ്റെ ഒരു കൂട്ടായ്മ. ഈ ഒരു കൂട്ടായ്മയിൽ കിട്ടിയത് ഒരു സംഭവം തന്നെയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ബിജു ചേട്ടാ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ബായ് കൊടുത്തോ. ലിൻസി ചേട്ടാ എല്ലാവർക്കും ഒരു ബായ് കൊടുത്തോ.